ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മലയാളികൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു ഫ്രൂട്ടല്ലേ ചക്ക വെച്ചിട്ടുള്ള ഒരു ഐറ്റമാണ് കേട്ടോ. കുരു കളഞ്ഞ് വൃത്തിയാക്കിയ ചക്ക നല്ല ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. പിന്നെ നമുക്ക് അതിലേക്ക് ആവശ്യമായിട്ടുള്ളത് തേങ്ങാപ്പാലും തേങ്ങ ചിരവിയത്, ഏലയ്ക്ക, ശർക്കര ഇതൊക്കെയാണ്. ചക്ക കഴിക്കാൻ ഇഷ്ടമുള്ള കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ആദ്യം തന്നെ നമ്മൾ ഒരു ഗ്ലാസ് വെള്ളത്തിൽ ചക്ക അല്പം ഉപ്പും ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. നമ്മളിതിൽ പഞ്ചസാരയൊന്നും ചേർക്കുന്നില്ല കേട്ടോ, അതുകൊണ്ട് തന്നെ നല്ല ഹെൽത്തിയാണ്. ഇനി നമ്മൾ 3-4 ഏലക്ക ചേർത്ത് അത് ചതച്ച് തന്നെ ചേർക്കണം, അപ്പോഴേ അതിൻ്റെ ടേസ്റ്റ് അതിലേക്ക് നന്നായി മിക്സ് ആവുകയുള്ളൂ. ഇത് നമുക്കൊരു മൂടി വെച്ചൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം കേട്ടോ. ഈ ശർക്കരയിൽ ഈ ചക്ക നല്ല വെന്ത് വരുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇനി നമുക്ക് തേങ്ങാപ്പാൽ മിക്സ് ചെയ്യണം. നമ്മളിവിടെ അല്പം തിക്കായിട്ടാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. ചക്ക വരട്ടിയത് ഓരോരുത്തരും ഓരോ സ്റ്റൈലിലാണ് കേട്ടോ ഉണ്ടാക്കാറ്. നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഈ ഒരു സ്റ്റൈലിലാണ്. ഇനി തിക്കായിട്ട് വരാൻ വേണ്ടിയിട്ട് നമ്മൾ ചെറിയ ചൂടുള്ള വെള്ളത്തിലോ അല്ലെങ്കിൽ തേങ്ങാപ്പാലിലോ അല്പം അരിപ്പൊടി ചേർത്ത് നന്നായി ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കണം. ചക്ക അധികം വെന്തുടയാൻ പാടില്ല, നമുക്കിങ്ങനെ കടിക്കാൻ കിട്ടണം. ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് തേങ്ങ ചിരവിയതാണ്. അത് നമുക്ക് പ്രത്യേകിച്ച് അളവൊന്നുമില്ല കേട്ടോ, ഓരോരുത്തർക്ക് ഇഷ്ടമുള്ളതിനനുസരിച്ച് ചേർക്കാം. നമ്മളിവിടെ ഇതാ അല്പം കൂടുതൽ തന്നെ ചേർത്തിട്ടുണ്ട്. ഈ തേങ്ങയും ചക്കയും കൂടി ഇങ്ങനെ കടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ, കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും. തേങ്ങ ആഡ് ചെയ്ത് കൊടുത്താൽ പിന്നെ അധികം കുക്കാവേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി 2-3 സ്പൂൺ നെയ്യിൽ ചെറിയ ഉള്ളി ചേർത്ത് വറുത്തെടുക്കണം. ഈ തൂമിച്ച ചെറിയ ഉള്ളി നമ്മുടെ ചക്ക വരട്ടിയതിലേക്ക് ചേർത്ത് നന്നായി മിക്സ് ചെയ്യണം. നല്ലൊരു മണം വരുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ വൈകുന്നേരങ്ങളിൽ ചൂട് കട്ടൻ ചായയുടെ കൂടെ കഴിക്കാനൊക്കെ നല്ല രുചിയാണ് കേട്ടോ. എല്ലാവരും വീട്ടിലിത് ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ബൈ.